ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണല്ലേ? നാട്ടിലും നല്ല മഴയാണ്. ഞാനിപ്പോൾ ഏകദേശം വീട്ടിൽ പോയിട്ട് ഒരു 20 ദിവസത്തോളമാകും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ട്രിപ്പിലായിരുന്നു, ഒരു 8 ദിവസത്തെ ട്രിപ്പും ഇപ്പോൾ ഒരു 5 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞിട്ട് പുതിയ ഇപ്പോൾ ഒരു 6 ദിവസത്തെ ട്രിപ്പും കൂടെ എടുത്തേക്കുവാണ് മഹാരാഷ്ട്രക്കാരുമായിട്ടാണ്. ട്രിപ്പ് തീരെ കുറവായത് കാരണമാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയായത് കാരണം ഈ ഒരു ട്രിപ്പും കൂടെ എടുത്ത് നിർത്താം. വണ്ടിക്ക് ഫിനാൻസ് കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണ്ടേ, വീട്ടിൽ ഇരുന്നിട്ടും കാര്യമില്ല എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇപ്പം കയറി വന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ് മൂന്നാർ മണ്ണിടിച്ചിൽ നടന്ന്. നമുക്കുള്ള ഒരു 8 വണ്ടിയുടെ മണ്ടേ കൂടെ, ടാക്സി വണ്ടിയൊക്കെയുള്ള മണ്ടേ കൂടെ മരങ്ങൾ വീണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടി വേറൊന്നുമില്ല, വണ്ടിയിലാണ് രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നത്, അതുകൊണ്ടാണ് ഒരു പേടി. എന്നാലും കുഴപ്പമില്ല, ദൈവം തമ്മിൽ അനുഗ്രഹിച്ച് പഠിച്ചു അനുഗ്രഹിച്ച് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാണ്ട് സൂക്ഷിച്ച് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മൾ ഉറങ്ങുന്നുണ്ട്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇപ്പം പൂർണ്ണമായിട്ടും വണ്ടി മൂന്നാറിലേക്ക് നിരോധിച്ചിരിക്കുകയാണ്. കൊച്ചി, പാലക്കാട്, എറണാകുളം ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വണ്ടിക്കാർ നേര്യമംഗലം മുതൽ, അതായത് കോതമംഗലം കഴിഞ്ഞ് നേര്യമംഗലം മുതൽ നമ്മൾ മൂന്നാറിലേക്ക് ഇപ്പം പോലീസുകാർ അവിടെ വണ്ടി കയറ്റി വിടുന്നില്ല. രാത്രി കാലങ്ങളിൽ 6 മണി കഴിഞ്ഞതിന് ശേഷം വണ്ടി പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ, അതായത് 29/5/2025 ഇന്നലെ രാത്രി നേര്യമംഗലം സൈഡിൽ മണ്ണിടിച്ചിൽ, നല്ല രീതിയിലുള്ള ഭയങ്കര മണ്ണിടിച്ചിൽ നടന്ന് അത് കാരണം വണ്ടികൾ മൊത്തം ബ്ലോക്ക് ചെയ്തേക്കുവാണ്. രാത്രി കാലങ്ങളിൽ ഒരു വണ്ടികളെയും കയറ്റി വിടുന്നില്ല. പ്രത്യേകിച്ച് മൂന്നാറിലേക്ക് വന്നാൽ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും അവധിയാണ്. ഇരവികുളം നാഷണൽ പാർക്ക് അവധിയാണ്, റോസ് ഗാർഡൻ അവധിയാണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ അവധിയാണ്, അഡ്വഞ്ചർ പാർക്ക്, വണ്ടർ വാലി, ഡ്രീം ലാൻഡ്, ജീപ്പ് സഫാരി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവധിയാണ്. സർക്കാരിൻ്റെ ഉത്തരവാണ്. കളക്ടർ വന്ന് ഓർഡർ ഇട്ടേക്കുവാണ് എല്ലാം നിർത്തിവെക്കാൻ. 1-ാം തീയതി മുതൽ മഴ നല്ല രീതിയിൽ കുറയുവാണെങ്കിൽ 1-ാം തീയതി മുതൽ പുനരാരംഭിക്കും. നമ്മളെ ഗസ്റ്റിനെ എടുത്തുകൊണ്ട് വന്ന് അവർക്ക് രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് പുറത്ത് പോകണമെന്ന് പറഞ്ഞ്, ഞാൻ മഴയായത് കാരണം എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. മഴയാണെന്ന് പറഞ്ഞ് അവർക്ക് കുഴപ്പമില്ല, ഞങ്ങൾ കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ടീ ഗാർഡനൊക്കെ കാണണമെന്ന് പറഞ്ഞ്. കറക്റ്റ് ഭാഗ്യത്തിന് എന്തൊരു ഭാഗ്യമുണ്ട്, ടീ ഗാർഡൻ വരെ എത്തിയപ്പോൾ ഏകദേശം മഴ ഇത്തിരി കുറഞ്ഞു. അവർ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്ത് അവർ ഇച്ചിരി നേരം ഒന്ന് ആഘോഷിച്ചപ്പോഴത്തേക്ക് വീണ്ടും മഴ കയറി. തൊട്ട് മേളിലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിന്ന് നിർത്തി. പക്ഷേ 4 കുട്ടികളുണ്ട്, കൊച്ചു കുട്ടികളാണ്. 5 വയസ്സ്, 4 വയസ്സ്, 2 വയസ്സുള്ള 4 കൊച്ചു കുട്ടികളുണ്ട്. 2 ഫാമിലിയാണ്. അവരൊക്കെ നനയുന്നതോർക്കും നമുക്കും ഒരു ടെൻഷൻ. ഇത്രയും പൈസയും മുടക്കി അവർ നാട് കാണാൻ വന്നിട്ട് ഒന്നും കാണാൻ പറ്റാത്തതിൽ എനിക്കും നല്ല രീതിയിലുള്ള, എനിക്കെന്നല്ല, ഞങ്ങളെ ടൂറിസം വണ്ടി ഓടുന്ന എല്ലാ ഡ്രൈവർമാർക്കും ഭയങ്കരമായ ഒരു വിഷമമാണ്. മഴ വീണ്ടും നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രമല്ല, അതിനോട് കൂടി നല്ല അതിശക്തമായ കാറ്റും നല്ല രീതിയിൽ വീശിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളൊന്നും റൂമൊന്നും ബുക്കിംഗ് എടുക്കുന്നില്ല. ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചവർക്ക് മാത്രമേ ഇപ്പം ബുക്കിംഗ് ഉള്ളത്. പുതിയ ബുക്കിംഗ് എല്ലാം നിർത്തിവെച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, നേര്യമംഗലം മുതൽ രാത്രി കാലങ്ങളിൽ യാത്ര പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. ഓക്കെ, ബൈ.